ഈ കഥ വന്ന സമയത്ത് സിറാജ് നമ്മുടെ അടുത്ത് അദ്ദേഹം പറയില്ല. കാരണം വെച്ചാൽ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇന്ന ആളെ ചിന്തിച്ചിരുന്നു, ഇന്ന ആളത് പോയിരുന്നു പറയില്ല. പക്ഷെ നമുക്കറിയാം അദ്ദേഹം അല്ലാത്ത പല സിറ്റുവേഷനും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ശ്രമം നടത്തിയിരുന്നു. അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ ഏതൊരു സംവിധായകനും ആദ്യം ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഏറ്റവും നല്ല ബിസി ആയിട്ടുള്ള ബിസിനസ്സുള്ള നടൻ വേണം, നടി വേണം എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. അതിന്റെ പുറകെ അവർ നടക്കും, കുറേ നടക്കും, പിന്നെ തളരും, പിന്നെ ഇത് ചെയ്യണോ ചെയ്യണ്ടേ നമ്മൾ തീരുമാനിച്ചത്. എന്നിട്ട് അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയാണ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന കുറെ വ്യക്തികളുണ്ട് അങ്ങനെ. ഉദാഹരണം ഇപ്പൊ റീസെന്റ് നടന്ന പല പടങ്ങളിലും അവർ പറയുന്ന കഥ അതാണ്. ഞങ്ങൾ ആദ്യം പോയത് ഇവിടെയാണ്, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു, 3 വർഷം ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അവസാനം ഞാൻ തന്നെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കഥകൾ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം സിറാജ് ഈ പറഞ്ഞ ഒരുപാട് അലഞ്ഞില്ല, 2-3 പേരൊക്കെ സമീപിച്ചിരുന്നു. അന്നൊന്നും ഈ ഇപ്പോൾ ഇതിനകത്ത് രഹന അഭിനയിക്കണമെന്നോ ഒരു നായിക വേണം എന്നൊരു സംഭവമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായ ഒരു ചിന്താഗതിയാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ, അതിനെ നമ്മൾ വേറെ പോകാതിരിക്കാനാണ് പറയുന്നത്. അതായത് ഞങ്ങൾ ഒരുമിച്ച് വന്നാൽ ഒരു പ്രത്യേകത അതിനുണ്ടാവും, അത് ഒരു ബാലൻസ്ഡ് ആയിരിക്കും, പിന്നെ ഒരു ഫ്രഷ്നെസ് അതിനകത്തുണ്ടാവും. ഇപ്പൊ ഞാൻ വന്നു പകരം അതിന് കൂടെ വേറൊരു നടി വന്നു, അല്ലെങ്കിൽ രഹന അഭിനയിച്ചു വേറൊരു നടൻ വന്നു എന്ന് പറയുമ്പോൾ നോർമലി വരുന്ന സംഭവമാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് വിവാഹത്തിന് മുൻപാണ് ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചത്, നീലാകാശം നിറയെ. കലൂർ രഘുമാറിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണത്, എയർ കാസ്റ്റിംഗ് ഡയറക്ട് ചെയ്തത്. അപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ചെത്തുന്നത്. ഈ സിറാജ് പറയുന്ന അതേ പുതുമ തന്നെയാണ്, ആ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. അത് അങ്ങനെ സംഭവം വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചത്. നോർമലി ഒരു സിനിമ തുടങ്ങി അവസാനിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ജീവിതം തുടരുന്ന ലെവലിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഇതിന്റെ എൻഡിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനെ സൊല്യൂഷൻ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം അവിടെ തന്നെ അങ്ങനെ ആ ലെവലിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എൻഡിങ് യൂസ് ചെയ്തത്? ഇത് നിലവിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ, ഈ പറയുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ജീവിക്കുന്നുണ്ട്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ സിനിമ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ ലോകം മുഴുവൻ നന്നാവുന്നില്ല, പക്ഷെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതായത് നമുക്കൊരു തോട്ട്, നമ്മൾ അതായത് ചിന്തിക്കാനൊരു സാധനം ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം, ആ വഴി തുടരുന്നവർക്ക് തുടരാം. നമ്മളാരും തടയാനോ അല്ലെങ്കിൽ കൊല്ലാനോ നമ്മൾ നടക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈസിയായി കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ടർ ഈ പറഞ്ഞ മാർക്ക് കാരിയുടെ പേരിൽ എപ്പോഴും റിജക്ഷൻ ഫേസ് ചെയ്തു. അതുണ്ടായിരിക്കാം, അത് അറിഞ്ഞും അറിയാതെ ഒക്കെ പലരും സംഭവിച്ചിട്ടുണ്ടാവാം. നമ്മളിപ്പോ ഒരു 4 പേര് വരുന്ന ഒരു കഥ, മെയിൻ ലീഡിങ് ക്യാരക്ടർ അല്ല ഞാൻ പറയുന്നത്, ഒരു 4-5 പേര് വരുന്ന ക്യാരക്ടർ നമ്മൾ ആദ്യം ചിന്തിച്ചിട്ട് പിന്നെ മാറ്റങ്ങളൊക്കെ അതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് എല്ലാ സിനിമകളിലും എല്ലാ സിനിമാക്കാരിലും ഒക്കെ എല്ലാ നടന്മാരിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ എൻ്റെ എന്നുള്ളതല്ല, പലവരും പല അനുഭവങ്ങളും പങ്കുവെക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആ മാറ്റങ്ങൾ ശരിക്കും സംഭവിച്ചേ മതിയാകും. അല്ല അതായത് ബിസിനസ് മാത്രം, ഇപ്പോൾ സലീംക പറഞ്ഞ പോലെ ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ബിസിനസ്സിന് വേണ്ടി മാത്രം വരുന്ന ആളൊരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇന്നാൾ മതി, അപ്പോൾ അയാൾക്കാണ് മാർക്കറ്റ് ഇയാൾക്കുണ്ടോ എന്നാൽ ഇയാൾ മതി എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റിന്റെ വല്ല ക്ലാഷോ കാര്യങ്ങളോ വരുമ്പോഴായിരിക്കും ആ ഓപ്ഷനിലേക്ക് അടുത്ത ആൾ വരിക. അതങ്ങനെ ഉള്ളൂ, സർവ്വസാധാരണ. എന്നെയോ? എനിക്ക് എല്ലാ പടങ്ങളും വിഷമമാണ്, ഞാൻ ഇല്ലാത്ത പടങ്ങളൊക്കെ. അത് അവര് ചിലപ്പോ എന്നെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതെന്താ വെച്ചാൽ ആ വിഷമം എനിക്ക് തോന്നാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ വിഷമിക്കാതിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ വന്നു കയറും. ഇപ്പൊ ഈ സിനിമ എത്ര പേര് കാണുന്നു എന്നുള്ളതല്ല, എന്റെ ലൈഫിൽ എന്റെ കരിയറിൽ സൂക്ഷിക്കാവുന്ന ഒരു നല്ല ചിത്രമാണ് ഇഴ. അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന കാര്യമാണ്. അതായത് ഇതിൽ കംപ്ലീറ്റ് ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര കരച്ചിലാണ്. അതാ ചോദിച്ചത്. നവാസ്ക ഈ കുറെ നാളായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നു, അഭിനയിച്ചപ്പോ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് അഭിനയിക്കുന്നത്. ഈ നവാസ്ക കാരണം ഒരുപാട് കരണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്കങ്ങനെ വീട്ടില് കരയേണ്ടി വന്നിട്ടില്ല. അതിപ്പോഴും അങ്ങനെയാണെന്ന് നവാസ്ക പറഞ്ഞു. എന്ത് വെച്ചാൽ കുറെ നാളായിട്ട് കരയാതെ ഇരുന്നിട്ടായിരിക്കും സ്ക്രീനിൽ ഞാൻ അങ്ങനെ കരഞ്ഞെന്ന്. ഞാൻ നേരത്തെ തുടങ്ങി, അതായത് ചെറുക്കളെ തുടങ്ങി എൻ്റെ ഫാദർ ഡ്രാമയില് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഉപ്പാടെ ഒരു
വീക്ക്നെസ് ആണത്. കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് സിൻഡി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അപ്പം അത് കണ്ടിട്ട് എനിക്ക് അതുപോലെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ആണ് എനിക്ക് ഉപ്പയുടെ പേര് കൊച്ചിൻ ഹസനാർ എന്നാണ്. അപ്പോൾ ഉപ്പ ചെയ്യണമായിട്ട് എനിക്കത് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഫീൽഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മാക്സിമം കിട്ടുന്ന സിൻഡിയൊക്കെ ഞാൻ അടിച്ചു പൊളിച്ച് ചെയ്യും. ഇപ്പോഴേ ഉപ്പാടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ അതിനകത്ത് ആ ഉപ്പാടെ ക്യാരക്ടർ ചെയ്ത എൻ്റെ ഫാദർ അദ്ദേഹത്തിനെ സ്ക്രീനിൽ കണ്ട സമയത്ത് ശരിക്കും അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ്, അതായത് ഒരു അഭിനേതാവിനെ കൊണ്ട് നിർത്തി അഭിനയിപ്പിക്കുന്നത് പോലെ അല്ല ഫീൽ ചെയ്തത്. ശരിക്കും അങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ തന്നെ തോന്നി. അപ്പം അദ്ദേഹത്തിന് വേറെ സിനിമകളിൽ അങ്ങനെ കണ്ട് എന്റെ കുഴപ്പമാണോന്ന് അറിയില്ല. ഫസ്റ്റ് മൂവി അപ്പൊ ഒരു മൂവി വേറെ ലേലത്തില് ചെറിയൊരു സമയം ചെയ്തിട്ടുണ്ട്, ഒരു മുസ്ലിയുടെ കാര്യം. അത് ജസ്റ്റ് ഒരു സീനാണ്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലാകുന്ന നാടകകലാകാരനായിരുന്നു എന്ന് പറഞ്ഞു. 45 years ആയിട്ട് ഡ്രാമയിൽ ഇപ്പോഴും മെയിൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. കഴിഞ്ഞ ആഴ്ച ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് ഉണ്ടായിരുന്നു, പ്രൊഫഷണൽ ഡ്രാമ അല്ല, പാട്ടുപെട്ടി എന്ന് പറഞ്ഞത്. ഈ ഡയറക്ടറോട്